ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറച്ചാർത്ത് പകരുകയാണ് ചേർത്തല സെയിന്റ് മൈക്കിൾസ് കോളേജ് മൈതാനത്ത് സംഘടിപ്പിച്ച കരപ്പുറം കാർഷിക മേള. ആഘോഷങ്ങളുടെ വൈബിനൊപ്പം കൃഷിരീതികളിലെ പുതിയ അറിവുകളുടെയും പുതു ഉൽപ്പന്നങ്ങളുടെയും ചെപ്പ് തുറന്നു കാട്ടുകയാണ് പ്രദർശന നഗരിയിലെ സ്റ്റാളുകൾ. 150 സ്റ്റാളുകളിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിവിധതരം ആധുനിക കാർഷിക ഉപകരണങ്ങളുടെയും വലിയ നിരയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് മേളകൾ വരുന്നുണ്ടെങ്കിലും കരപ്പുറത്തെ കാർഷിക മേള അല്പം വ്യത്യസ്തമാണ്. ഏതൊരു സാധാരണക്കാരനും പുത്തൻ കൃഷി രീതികൾ പഠിക്കാം, അതിലെ പരീക്ഷണങ്ങളെപ്പറ്റി അറിയാം, കൂടുതൽ അറിവുകൾ നേടാം. അതിനായി 3000-ഓളം ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് മേള പരിചയപ്പെടുത്തുന്നത്. കാണാം കരപ്പുറത്തെ കാർഷിക മേള. കാർഷിക കാഴ്ചകളിൽ ഏറ്റവും വേറിട്ട ഒന്നാണ് കപ്പകൾ കൊണ്ടുള്ള ഒരു സ്റ്റാൾ. വെറൈറ്റി ഇനം കപ്പകളുണ്ട്. അതിലൊരു ഉദാഹരണമാണ്, ഇത് മുഴുവൻ കപ്പയുടെ അവശിഷ്ടങ്ങളും ഉണ്ടാക്കിയ ഒരു ബോർഡാണ്. അതുപോലെ 20 ഇനം കപ്പകളും ഒട്ടേറെ അതിന്റെ സാധനങ്ങളും. ഞങ്ങൾ വരുന്നത് തന്നെ കേന്ദ്ര കിഴങ്ങുള്ള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ്. മധുരമുള്ള കപ്പ, 6 മാസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കപ്പ, സ്റ്റാർച്ചിന് ഈവൻ ചൗരിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ചൗരിയൊക്കെ എടുക്കുന്നത് കപ്പയിൽ നിന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കപ്പ, ഈ നമ്മുടെ കേരളത്തിന്റെ മണ്ണിന് അനുയോജ്യമായിട്ടുള്ള കപ്പ. ഇപ്പോ കേന്ദ്ര കിഴങ്ങുള്ള ഗവേഷണ കേന്ദ്രം തന്നെ വികസിപ്പിച്ച പല മധുരക്കിഴങ്ങുകളുണ്ട്. കപ്പ ചിപ്സ്, കപ്പ പക്കോട, കപ്പ മിക്സർ, കപ്പ പാസ്ത, മധുരക്കിഴങ്ങ് നൂഡിൽസ്, കപ്പ നൂഡിൽസ്, കപ്പ മധുരക്കിഴങ്ങ് മില്ലറ്റ്സ് മിക്സ് ചെയ്തിട്ടുള്ള നൂഡിൽസ്, കപ്പ മധുരക്കിഴങ്ങ് ജാം, അങ്ങനെ പല തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ കർഷകനും ആ കർഷകന് എങ്ങനെ ഒരു ഓൺട്രപ്രണർ ആവാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ആധുനിക കാർഷിക രീതിയും പാരമ്പര്യ കാർഷിക രീതിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ലാഭകരമായ ഒരു കൃഷി രീതി ആർക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രചരിപ്പിക്കുന്ന ഒരു സ്റ്റാൾ കൂടിയാണിത്. അതിൽ നമ്മളിപ്പോൾ കാണുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയുടെ 4 ടവർ യൂണിറ്റാണ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ 4 ടവറിൽ നിന്ന് ഏകദേശം 200ഓളം പ്ലാന്റുകൾ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഈ അക്വാപോണിക്സ് നമ്മുടെ എല്ലാ വീടുകളും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. കുട്ടികളാണ് കൂടുതലും വരുന്നത്, കാര്യം അവർക്ക് മത്സ്യം താല്പര്യമാണ്. അപ്പോൾ കുട്ടികളെ കൂടി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് പൗരന്മാരായിട്ട് വാർത്തെടുക്കുന്നതിന് ഈ കൃഷി രീതി അവരെ സഹായിക്കും. കൃഷിയിൽ ഒരുപാട് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള കഞ്ഞിക്കുഴിയുടെ സ്വന്തം കർഷകൻ ശുഭകേശന്റെ സ്റ്റാളാണ്. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വിളയിച്ചെടുത്ത പരീക്ഷിച്ചെടുത്ത വിത്തിനങ്ങളാണല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു 10-17 ഇനം പച്ചക്കറിയുടെ വിത്തുകളുണ്ട്. നമ്മുടെ സ്വന്തമായി നമ്മൾ കണ്ടുപിടിച്ച കഞ്ഞിക്കുഴി പയർ അടക്കം 10-17 ഇനം പച്ചക്കറി വിത്തുകൾ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത വിത്തുകളാണ് ഇതെല്ലാം. കൂൺ അച്ചാറ്, കൂൺ കട്ട്ലറ്റ്, കൂണുമായിട്ട് ബന്ധപ്പെട്ട പായസം, റെഡി ടു ഈറ്റ് സാധനങ്ങൾ, അതായത് ബജ്ജി, കട്ട്ലറ്റ്, അങ്ങനെയുള്ള വിവിധ സാധനങ്ങൾ ഇവർ സ്വന്തം വീടുകളിൽ നിന്ന് നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാളിൽ പ്രദർശിപ്പിക്കുകയാണ്. പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും സാഹചര്യം ഇവിടെയുണ്ട്. ആളുകളിൽ ഇത് നല്ല രീതിയിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളൊരു ചെറുകിട കർഷകരാണ്. ഞങ്ങൾ കൂടുതലും ഇതിന് കുറച്ച് വലിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു.
വെറും 5 മിനിറ്റ് സമയം കൊണ്ട് 1 ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ വളപ്രയോഗം നടത്താൻ പറ്റിയ ഇതുപോലുള്ള ഡ്രോണാണ് ഈ മേളയിലെ മറ്റൊരു പ്രധാന ആകർഷണം. പാടശേഖരങ്ങൾക്ക് മാത്രമല്ല റബ്ബർ, തെങ്ങ്, കവുങ്ങ് അങ്ങനെയുള്ള കൃഷികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള ടെറൈൻ സെൻസിങ്ങും ബാക്കിയുള്ള സെൻസേഴ്സും ഉള്ളത് കാരണം കൊണ്ട് സേഫ്റ്റിയും അതേപോലെ തന്നെ എക്കണോമിക് മോഡലുമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാർഷിക വിപണന മേള അത് ഗംഭീരമാണെന്ന് പറയുന്നത് ആലപ്പുഴക്കരിയെ മിനി ബാബു ഇങ്ങനെ പറയുന്നുണ്ട്. മനീഷയെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും എത്തിയേനെ നിങ്ങൾക്കൊപ്പം. ഒന്ന് പറയണ്ടേ, ഇന്നലെയും പോയതാണ് അവിടെ, സൂപ്പറാണ് എല്ലാം എന്ന് മിനി ബാബു ചേച്ചി പറഞ്ഞു. നമുക്ക് മനീഷയോട് പറയാം എന്താണ് മനീഷയോട് പറയാതെ പോയതെന്നുള്ളത്.